മാഡ് വിങ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് കോറളായി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ തഫ്സീറ? കോറളായി. കോറളായി എന്ന് പറഞ്ഞാല് പിന്നെ ഒരു 60 വീടുകളോളം കോറളായിലുണ്ട്. ഏകദേശം ഒരു 1 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ അത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വലിപ്പം. അപ്പൊ ഈ കോറളായി കഴിഞ്ഞാല് നമുക്ക് അതിന്റെ അപ്പുറം ഒരു ചെറിയ ഒരു ദ്വീപും കൂടിയിട്ട്, വളരെ ചെറിയൊരു ദ്വീപ്. അപ്പൊ ആ ദ്വീപിൽ പോയി നമ്മൾ അടിപൊളിയായിട്ടൊരു ഫിഷ് ബാർബിക്യൂ അല്ലേ, ചെമ്പല്ലി നമ്മുടെ മീൻ, നല്ലൊരു അടിപൊളി ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ പൊളിക്കും, നിങ്ങൾ കണ്ടാൽ തന്നെ കിട്ടും, അങ്ങനത്തെ ചെമ്പല്ലിയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ഇനി കോറളായി ആർക്കെങ്കിലും വരണം, അല്ലെങ്കിൽ കോറളായി നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ളവര് മയ്യിൽ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ വന്നിട്ട് മയ്യിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ, ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കോറളായി എവിടെയാണെന്നുള്ളത്. അപ്പോൾ 2 കിലോമീറ്റർ വന്നാൽ നമുക്ക് കോറളായി ആയി. ഓക്കെ, പ്രകൃതി രമണീയ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇതിന്റെ കോറളായി ദ്വീപിനെ പറ്റിയും കോറളായിയുടെ പ്രകൃതി ഭംഗിയും കംപ്ലീറ്റ് നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാം. നമ്മളെ ടീം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. നമ്മളെ ഇവിടെ ഒരു ഫ്രണ്ടിന്റെ വീട് അൽത്താഫിന്റെ അവിടെ കാത്തിക്കുന്നത്. അപ്പൊ അൽത്താഫ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാക്കുന്നുണ്ട്. അപ്പോ വണ്ടി ഇതായി വീട്ടിലേക്ക് കയറ്റി വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാൽനടയായി കുറച്ച് പോയിട്ട്, അപ്പം നമ്മൾ ഈ സാധനമൊക്കെ ഇറക്കി നമ്മൾ അൽത്താഫിൻ്റെ കൂടെ നമ്മൾ ഈ സാധനമൊക്കെ എടുത്തിട്ട് ഇനി നമ്മുടെ ഇടവഴിയിലൂടെ തോണിയിലേക്ക്. അൽത്താഫേ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പോല കേട്ടോ. തോണി എവിടെ? അല്ല ഇവിടുന്ന് തോണിയിലാ പോണ്ടേ? തോണി റെഡി അല്ലേ? ആ കിടില സ്ഥലമാണല്ലോ, കിടു സ്ഥലമാണല്ലോ. തോണി എവിടെ? തോണി എവിടെ? അപ്പൊ നമ്മളെ തോണിക്കാരൻ റെഡിയാണ്, അൽത്താഫ് റെഡിയാണ്, കംപ്ലീറ്റ് സെറ്റപ്പ് റെഡിയാണ്. ഒരു ട്രോളിലുള്ള വകുപ്പുണ്ടാക്കല്ലേ ഹെവി റിസ്ക്. ഒരു കാര്യം ചെയ്യാം, 2 പേരിൽ പോകാൻ പറ്റും. 2 പേര് വെക്കാം. ഞാൻ എടുത്ത സ്ട്രിപ്പിൽ എക്യുപ്മെന്റ്സ്, ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. നോ പ്രോബ്ലം ബഡി. നീ പോയാലും നിന്റെ എക്യുപ്മെന്റ്സിന് ഞാൻ കാത്തോളം തഫ്സീറേ. എടാ ഷൂ വേണ്ടല്ലേ? സംഗതി സേഫ് അല്ല? അല്ല തോണി ഇതാക്കാം, എന്നാല് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നീന്തോ. ഇല്ല ബോട്ടിന്റെ ഇതൊന്നുമില്ല. മാടിലേക്ക് പോവാണ് തഫ്സീർ, കാണുന്നില്ലേ? നീ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കും, പേടിക്കല്ല തഫ്സീർ. നമ്മുടെ ക്യാമറമാൻ ആകെ പേടിച്ച് വശം കെട്ടിരിക്കാന്ന്. അപ്പൊ എല്ലാ മാന്യ പ്രേക്ഷകരോടും പറയാനുള്ളത്, ഇത്രയും പ്രകൃതി രമണീയമായൊരു ഭംഗി കണ്ണൂർ ജില്ലയിൽ വേറെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. തഫ്സീർ, നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? നീ ഇപ്പൊ മിണ്ടല്ല ഉച്ച, മിണ്ടരുത്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ദ്വീപിന്റെ പേരെന്താ വെച്ചാ? അല്ല നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ദ്വീപ് കോർലായി ദ്വീപിന്റെ ചെറിയൊരു ദ്വീപിലേക്കാണ്. ആ ദ്വീപിന്റെ പേരെന്നാ പറഞ്ഞോളൂ? വണ്ണാത്തിമാടിലേക്കാണ് നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. വളരെ പേടിയോടുകൂടിയാണ് തോണിയിലിരിക്കുന്നത്. ഒരു സെക്യൂരിറ്റി ഇല്ല. ഇത്രയും പേടിയിലും നമ്മുടെ ക്യാമറ വളരെ കോൺഫിഡന്റ് ആയി സംസാരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. വളരെ മനോഹരമായ കാഴ്ചയാണ്. ക്യാമറമാന്റെ ഇപ്പുറത്തെ ഭാഗത്തൊരു ക്യാമറ വെക്കണമായിരുന്നു, എന്നാലും ഇതിന്റെ ഫുൾ വ്യൂ കിട്ടും. ഇതിൽ സാധനം ഇല്ല, എല്ലാം പാക്കഡ് ആയതുകൊണ്ട് തഫ്സീർ രക്ഷപ്പെട്ടു.
വളരെ സാഹസികമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്താ മാടിൻ്റെ പേര് വണ്ണത്താൻ മാടിലെത്തിയിരിക്കുകയാണ്. വണ്ണത്താൻ മാടിലെ കിടിലൻ കാഴ്ചകളുമായിട്ട് വളരെ ഷീഡ് തന്നെ കിടക്കുന്നത്. കാണാം. ഓക്കെ, ശരിയാക്കണ്ട. ഒരു രക്ഷയില്ല. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കിടിലൻ ചെമ്പല്ലി. ഒരു അടിപൊളി സാധനമാണ്. ഒരു 1.5-2 കിലോളം വലിപ്പമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ചെതമ്പൽ നല്ലോണം പോകണം. നമ്മൾ മീൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ കട്ട് ചെയ്ത് മസാല വിരക്കി ബാർബിക്യൂ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ നമ്മൾ വിറക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിനൊന്ന് കനലാവണം. ഇത് കനലാകുമ്പോഴേക്കും നമുക്ക് മീനിനെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് വരഞ്ഞ് ഇതിനൊന്ന് നമ്മളെ മസാല ചേരുവകൾ ചേർത്ത് പിടിപ്പിക്കണം. ഓക്കെ, ഇതിനെ വരഞ്ഞിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഓക്കെ, ഇതിൽ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ മസാലകൾ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കോറലായി സ്പെഷ്യൽ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ചെറിയ കാന്താരി, പെരിഞ്ജീരകം, പച്ചക്കുരുമുളക്, വലിയ കാന്താരി, ഇഞ്ചി. ഈ എല്ലാ സാധനവും നമുക്ക് ഇടിച്ച് ഒരു പരുവത്തിലാക്കി എടുക്കാം. ഓക്കെ, നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളത്തിന് പകരം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ്, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് ഇടിച്ചതിനെ ഒരു പരുവത്തിലാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാകണം. ഈ എല്ലാ കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി അപ്പം നമുക്ക് നമ്മളെ ഈ സ്പെഷ്യൽ മസാല വെച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മസാല എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര മസാല കേട്ടോ. ആ കുരുമുളകും കാന്താരിയും ഒക്കെ ചേർന്ന് ഒരു സ്പെഷ്യൽ സാധനമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു അരമണിക്കൂർ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലും ഇതിന് നല്ലോണം പിടിക്കും. മസാല പിടിക്കണമെങ്കിൽ നല്ലോണം ഇതിനുള്ളിലെല്ലാം മസാല വെട്ടി കൊടുക്കും. നമ്മളിപ്പോൾ മാരിനേഷൻ കഴിഞ്ഞു. നമുക്കൊരു അരമണിക്കൂർ ഇത് സെറ്റാക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിനിടക്ക് എന്താക്കാം, നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കേണ്ട ഒരു ഗ്രേവി ഉണ്ട്. ഒരു സ്പെഷ്യൽ ഗ്രേവിയാണ്. അത് കോറളയിൽ മാത്രം കിട്ടുന്നൊരു ഗ്രേവിയാണ്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയിട്ട് മീൻ ബാർബിക്യൂ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടാനുള്ളതാണ്. അപ്പോൾ മീൻ മാരിനേറ്റ് ആകുന്ന ആ സമയം കൊണ്ട് നമുക്കത് ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ വണ്ണത്താൻ മാസം
അപ്പോൾ നമ്മൾ കോറളായി സ്പെഷ്യൽ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു, കുറച്ച് വാടി. നമുക്കിതിന് വറ്റൽ മുളക് ഒരു 3-4 ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് ലേശം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ ചേരുവകളായ വെളുത്തുള്ളി, ഉള്ളി, മുളക് ഇതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഭയങ്കര ചൂടാട്ടോ. നമ്മൾ അടുപ്പിൻ്റെ ചൂട് അസാധ്യ ചൂടാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ കോറളായി സ്പെഷ്യലിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വെള്ളക്കാന്താരി ഉണ്ടാവും. നമുക്ക് ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞ് അതിലേക്ക് നമ്മളെ സ്പെഷ്യൽ സാധനം, കോറളായിക്കാർ മാത്രം സ്പെഷ്യലാണ്, ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കംപ്ലീറ്റ് നമുക്ക് എന്താക്കാം, ഇതിലേക്ക് ഒരു ഫാഷൻ ഫ്രൂട്ട് ഫുള്ളായി ചേർത്ത് കൊടുക്കാം. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മൊത്തം ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. കോറളായിക്കാരുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സാധനമൊക്കെ വെന്ത് കഴിഞ്ഞാലാണ് അവർ ഉപ്പ് ചേർക്കുക. അതങ്ങനെ ചേർത്താൽ വളരെ അധികം ടേസ്റ്റി ആയിരിക്കും. നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് 3ഉം കൂടി ചേർത്ത് ഒരു ചെറിയൊരു പ്രയോഗം. ഓക്കെ, നമ്മൾ സാധനം ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയി. കുറച്ച് വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വേവണം. അപ്പോഴാണ് നമ്മുടെ കോറളായി മസാല റെഡിയാവുക. ഓക്കെ, നമുക്കിനി ഈ മീനിനെ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ഗ്രില്ല് ചെറുതും മീൻ വലുതുമാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റാണ്. നമുക്കിതിനാണ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മീൻ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. സാധനം നോക്കും മോനെ, പൊളി സാധനമായിട്ടുണ്ട്. പൊളി പൊളി പൊളി. നമുക്കിത് നേരെ കനലിൽ കൊണ്ടുപോയി വെക്കാം. കുറച്ച് നമുക്ക് എണ്ണ, നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ചെമ്പല്ലി നല്ല അടിപൊളിയായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് റോസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ദ്വീപിൻ്റെ അതിമനോഹരമായ കാഴ്ച കണ്ടാസ്വദിക്കാം. അടിപൊളി കിട്ടിയ സാധനം. വാ വാ വാ, എല്ലാവരും വാ. നമ്മൾ ഒരുപാട് കൂട്ടുകാരുണ്ട്, കോറളായിക്കാരാണ് എല്ലാവരും.
എല്ലാവരും കോറളായിയുടെ മുത്തുമണികളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നല്ല മനോഹരമായ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ച കോറളായിലുള്ള നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സജേഷ് ഭായ്, ശ്യാം ഭായ്, പിന്നെ ആരാണ് നമ്മളെ ചങ്ക് ബ്രോ. ഇവരാണ് മൊത്തം ഇവിടുത്തെ കലാപരിപാടി കംപ്ലീറ്റ് ആസൂത്രണം ചെയ്ത ഇദ്ദേഹമാണ്. പേര് പറയുമെന്ന് പേര് പരിചയപ്പെടും നമ്മളെ പ്രേക്ഷകർക്കായിട്ട്. എൻ്റെ പേര് പ്രഭാഷ്. ഓക്കെ. പിന്നെ നമ്മളെ വൺ ആൻഡ് ഓൺലി അൽതാഫ്, ഇതാണ് ഡയറക്ടർ. പിന്നെ നമ്മളെ മീൻ ശരിക്കും വെന്തിനൊന്നും നോക്കുന്നുണ്ട് ഒരാൾ. ഓക്കെ, മൂപ്പറിലേക്ക് പോവാം നമുക്ക്. എങ്ങനെ കറക്റ്റായിട്ട് വെന്തോ? 10 മിനിറ്റ് ഇപ്പം ശരിയാക്കാന്ന് പറയുന്നത്. നിങ്ങളുടെ പേരെന്തായാലും പേര് പറഞ്ഞു കൊടുക്കുന്നത് ജയേഷ്. അപ്പോൾ ജയേഷ് നമ്മളെ സാധനം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല ഫ്രൈ ആയി മുരിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. പൊള്ളി സാധനം, പൊള്ളി. എങ്ങനെയുണ്ട്? കിടിലല്ലേ? കിടിലം സാധനം, കിടിലം. അപ്പൊ കിടിലം ചെമ്പല്ലിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പൊളി വീഡിയോയുമായി വീണ്ടും കാണാം. See you next time.